ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐസ് ആണ് നമ്മളിന്നിവിടെ ട്രൈ ചെയ്യുന്നത്. ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐസിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ പറ്റുന്നൊരു ഐസാണ്. ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐസാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പഞ്ചസാര, പാല്, പാൽപ്പൊടി, പിന്നെ കുറച്ച് ഒരു 2 സ്പൂണ് കോൺഫ്ലോർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം മതി നമുക്ക് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം നമ്മളൊരു പാത്രത്തിൽ പാല് ചൂടാക്കണം. നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് നമ്മൾ ഐസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റ് പാല് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാം. ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കാനാവുന്ന സമയത്തിൽ നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ പൊടി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺഫ്ലോർ പൊടിയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലോട്ട് അത് മിക്സ് ചെയ്യുക. ഒരു അത്ര എന്താ പറയുക, വെള്ളം പോലെ ആവണ്ട, കുറച്ച് കട്ടിയായിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ. അതിലോട്ട് നമ്മൾ കുറച്ച് പാൽപ്പൊടി കൊടുക്കുന്നുണ്ട്. നമ്മൾ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അത് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പാല് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത കോൺഫ്ലോർ പൊടിയും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് കുറുകിയ ശേഷം അതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഏലക്ക ഇടുന്നുണ്ട് ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്ക നമുക്കത് പൊടിച്ച് ചേർക്കാം, നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പാലൊന്ന് തണുക്കാൻ വയ്ക്കാം. പാലൊന്ന് തണുത്ത ശേഷം നമ്മളിവിടെ ഐസ് മോൾഡൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പാക്കറ്റ് പാല് നമ്മൾ കൊണ്ട് ഐസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 4 ഗ്ലാസ് ഐസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് വെച്ച ശേഷം സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കുന്നു. സ്റ്റിക്ക് നമുക്ക് എന്താണോ പറ്റുന്നത് അത് നമുക്ക് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇവിടെ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് വെച്ചു എന്ന് മാത്രം. അതിനുശേഷം നമ്മളതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊരു 6 hours നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം, ഫ്രീസറിൽ വയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഇന്ന് വെച്ചിട്ട് നമ്മൾ നാളെ, അതായത് പിറ്റേ ദിവസമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ കിട്ടും. അതായത് കറക്റ്റ് ഐസിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് തണുത്തിരിക്കും അത്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ നമുക്ക് ഐസ് ഗ്ലാസ്സിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിന് ചുറ്റും നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം. നന്നായിട്ട് നനയ്ക്കുമ്പോൾ അത് കുറച്ചൊന്ന് തണുപ്പ് പോവും. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് ഐസ് എടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വരും. അത് ജസ്റ്റ് ശരിക്കും ഐസിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഐസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഐസിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കണ്ടത്.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ ഹോം മെയ്ഡായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.